ഇന്നത്തെ അറിയിപ്പുകൾ. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച യുവപ്രതിഭകളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം നൽകി വരുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിന് 2025 ഓഗസ്റ്റ് 15 വരെ അപേക്ഷിക്കാം. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികം, കലാ, സാംസ്കാരികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസ് മുഖേന വിവിധ പദ്ധതികളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഗസ്റ്റ് 2 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന ഓഫീസിൽ എത്തണം. പ്രായപരിധി 40 വയസ്സ്. കേരള വനിതാ കമ്മീഷനിൽ പ്രോജക്റ്റ് ഓഫീസർ തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ സർവീസിൽ സമാന തസ്തികകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. നിശ്ചിത ഫോമിലെ അപേക്ഷ മേലധികാരി മുഖേന ഓഗസ്റ്റ് 8 ലഭിക്കണം. പുന്നമടക്കായലിൽ ഓഗസ്റ്റ് 30 നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കാനുള്ള മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ജൂലൈ 28 വൈകിട്ട് 5 വരെ എൻട്രികൾ നൽകാം. A4 സൈസ് ഡ്രോയിങ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. സൃഷ്ടികൾ മൗലികമായിരിക്കണം. ഈ വർഷത്തെ SSLC പരീക്ഷാ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുമെന്ന് പരീക്ഷാ ഭവൻ അറിയിച്ചു. 4.25 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ അച്ചടി പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ആഴ്ച ആദ്യം തന്നെ സർട്ടിഫിക്കറ്റുകൾ DEO ഓഫീസുകളിലേക്ക് അയക്കും. അവിടെ നിന്ന് സ്കൂൾ അധികൃതർ നേരിട്ട് വാങ്ങി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും. ഓണ ദിവസങ്ങളിലെ തിരക്ക് കണക്കിലെടുത്ത് ചെന്നൈയിൽ നിന്ന് കോട്ടയം വഴി കൊല്ലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച് റെയിൽവേ. സേലം, ഈറോഡ്, പാലക്കാട് വഴിയാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുക. ചെന്നൈ സെൻട്രൽ കൊല്ലം ട്രെയിൻ ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 3, 10 തീയതികളിൽ ചെന്നൈ സെൻട്രലിൽ നിന്ന് വൈകിട്ട് 3:10 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 6:20 കൊല്ലത്തെത്തും.